ഇവനെടുത്ത് നമുക്ക് ബക്കറ്റിലോട്ടിടാം. ചെമ്പല്ലി, തെരച്ചി. ഗൈസ് എന്തൊക്കെ ആയിട്ട് വരികയാണ്. അങ്ങ് ഓടി 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 കടലിൽ നിന്ന് എന്തൊക്കെ ആയിട്ട് വന്നു. അതെ, നമ്മുടെ പുള്ളി പൊട്ടണിഞ്ഞ കരിമീനല്ല ഏട്ടാ, നച്ര കുട്ടന്മാരെ കിട്ടി, കളിമീൻ കിട്ടി. ഗൈസ് തെരച്ചി വന്നിട്ടുണ്ട്. ഗൈസ് തെരച്ചി, അതെ, നല്ല സുന്ദരൻ തെരച്ചി. ചാടി ചാടി ബക്കറ്റിൻ്റെ അത്യാരം ചാടി വീഴുന്നവൻ. അടിപൊളി. ഓ സെറ്റ് 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 സാധനം. അപ്പൊ ഗായ്സ് ഇന്നത്തെ ഐറ്റം കിട്ടിയിട്ടുണ്ട് ചെമ്പല്ലി. അപ്പോൾ ഒരു ചെറിയ സൈസ് ചെമ്പല്ലി കിട്ടി. അപ്പോൾ കാണാമല്ലോ, ചെമ്പല്ലിയുടെ തിളക്കമാണ് ഇന്ന്. കച്ച 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 ചങ്ക് ചക്ക ചക്ക ചെമ്പല്ലി. ഈ സുന്ദരൻ ചെമ്പല്ലി നമ്മളിപ്പം പിടിച്ചിട്ടുണ്ട്. ഇവനെടുത്ത് നമുക്ക് ബക്കറ്റിലോട്ടിടാം. ചെമ്പല്ലി, തെരച്ചി. അപ്പം ഗൈസ് നമുക്കിന്ന് ഒരു വിലയ്ക്ക് 2 കളിമീൻ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൈസുള്ള കളിമീനാണ്. അപ്പോൾ ഒരു സാൽമൻ്റെ, കുട്ടി സാൽമനെ കിട്ടിയിട്ടുണ്ട്. അത് നമ്മളങ്ങ് റിലീസ് ചെയ്യും. വളർന്ന് വലുതായിട്ട് വരട്ടെ അവൻ, അപ്പോൾ പിടിക്കാം. കാതങ്ങൾ താണ്ടി എവിടെയെങ്കിലും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടല്ലോ, ഈ വിലയ്ക്ക് കിട്ടിയ 2 മീനാണ്. ഗൈസ് എൻ്റെ കാര്യം പാടാണ് ഇനി രക്ഷപ്പെടാൻ. കണ്ണിക്കകത്ത് കയറിപ്പോയി. ഗൈസ് കണ്ടല്ലോ, ഇതാണ് സാൽമൺ. നമ്മൾ റിലീസ് ചെയ്യാണ് അവനെ. അപ്പോൾ ഗൈസ് നമ്മൾ സാൽമനെ കൊണ്ട് തിരിച്ച് കടലിലേക്ക് വിടുകയാണ്. നല്ല തിര വരുന്നുണ്ട് ഗൈസ്. ഓ വലിയ തിര, വലിയ തിര, വലിയ തിര, വലിയ തിര. അപ്പോൾ അവ ഇറങ്ങിപ്പോയി ഗൈസ്. ആശാൻ ശകലം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വളരെ കണ്ണിക്കകത്ത് കയറിയത് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ രക്ഷപ്പെട്ടു പോകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഗായ്സ് മീനും കൊണ്ട് വരികയാണ്. എന്തൊക്കെ മീനുണ്ടോയെന്നറിയില്ല. അതെ, അവരെ കിട്ടി. നമ്മളെ വറ്റ, ചാവറ്റ, ചുമലക്കണ്ണൻ. അതുകൊണ്ട് നമ്മളെ കളിമീനുണ്ട്, മാലാവുണ്ട്, കളിമീനുണ്ട്, ചാവറ്റയുണ്ട്. അതിമനോഹരമായ സുന്ദരൻ ചാവറ്റ കണ്ടോ. അവൻ്റെ കണ്ണിൻ്റെ ചുവപ്പൊക്കെ കണ്ടോ, എന്ത് സെറ്റാണെന്ന് കണ്ടോ. അപ്പോൾ 2 കളിമീൻ. ഗൈസ് എന്തൊക്കെ ആയിട്ട് വരികയാണ്. അങ്ങ് ഓടി 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 കടലിൽ നിന്ന് എന്തൊക്കെ ആയിട്ട് വന്നു. അതെ, നമ്മുടെ പുള്ളി പൊട്ടണിഞ്ഞ കരിമീനല്ല ഏട്ടാ, നച്ര കുട്ടന്മാരെ കിട്ടി, കളിമീൻ കിട്ടി. നച്രയൊക്കെ വലിയ സൈസുള്ള നച്രയല്ല ഏട്ടാ. നമുക്ക് പൊതുവെ കിട്ടുന്നവരെ വലിയ സൈസുള്ള നച്രയല്ല. അപ്പോൾ അതിൻ്റെ നച്രയല്ല, അത് മറ്റേ സിൽവർ. അപ്പോൾ നമുക്ക് കണ്ടല്ലോ, ഈ വിലയ്ക്കും അത്യാവശ്യം നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. പുള്ളിപ്പട്ടണിയ കൂട്ടുകാരൻ 2 3 അതും കളിമീനും. ഇതിൻ്റെ മുള്ളൊന്നും കയ്യിൽ കൊള്ളാതെ ഇതോ വന്നു തരാം. കടൽ വന്നു, കടൽ. ഇതിൻ്റെ മുള്ള് കയ്യിൽ കൊള്ളാതെ സൂക്ഷിച്ചോളണം കേട്ടോ. ഇത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള മുള്ളാണ്. അടിപൊളി. ഇത് കോരയാണ് കേട്ടോ. മറ്റേത് അതാരും സൈസുള്ള കളിമീൻ തന്നെയാണ് കിട്ടുന്നത്. വന്നവരൊക്കെ മെനക്കെട്ട് തിരിച്ച്. അപ്പോൾ നമുക്ക് തെറ്റില്ലാതെ ഇപ്പോഴാണ് മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്ക് മീൻ കിട്ടി, മാലാവാണ് കിട്ടിയത്. ഇപ്പോൾ നമുക്കെല്ലാം മീൻ കിട്ടി തുടങ്ങി. അത് കോരല്ല, പാറമീൻ. ഈ മീനിൻ്റെ പേരെന്താണെന്നൊന്ന് പറഞ്ഞു തരണേ, നമുക്കറിയില്ല. മീൻ പിടിച്ചുകൊണ്ട് ഓടി വരികയാണ്. എന്ത് മീനാണെന്ന് നോക്കാം. അതും നച്ര തന്നെയാണ്. 1 2 എണ്ണം ഉണ്ട് കേട്ടോ. വേറെ ഉണ്ടോയെന്ന് 3 എണ്ണം ഉണ്ട്. നോക്കാം നമുക്ക്. അപ്പോൾ കണ്ടല്ലോ, നച്ര നമ്പർ 1
നച്ചറ നമ്പർ 2. കണ്ടോ 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 2. അപ്പോൾ ഇതാ ഒരെണ്ണം കിടക്കുന്നു, നച്ചറ നമ്പർ 3. ഈ മീനിന്, ഈ നച്ചറ എന്ന് നമ്മൾ പറയുന്ന ഈ പുള്ളിപ്പൊട്ടാണെങ്കിൽ ഈ മീനിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഗൈസ്. വീണ്ടും മീനുമായിട്ട് വരികയാണ്. എന്ത് മീനാണ്? ഓ, ഏതോ ഒരു മീൻ താഴെ വീഴുന്നിട്ടുണ്ട്. അത് അവിടെ നിന്ന് എടുത്ത് ഇതാ കൊണ്ടുവരികയാണ്. എന്ത് മീനാണ് താഴെ വീഴുന്നതെന്ന് നോക്കാം. കളിമീനാണ് കേട്ടോ. ഒരു അത്യാവശ്യം സൈസുള്ള ഒരു കളിമീനാണ് താഴെ വീഴുന്നത്. ഇനി വലയിൽ മീനുണ്ട്, അതെന്താണെന്ന് നോക്കാം. ആ, തേടുണ്ട് കേട്ടോ. ഏട്ട എന്നൊക്കെ പറയുന്ന തേടാണ്. ഇതുവരെയും കണ്ടില്ല. ആ കിടക്കുന്നുണ്ട് മീൻ, പക്ഷേ ഇതുവരെയും വ്യക്തമാവാൻ ആയിട്ടില്ല. അതാ വന്നു തെളിഞ്ഞ് വന്നു മീനെ വലയുടെ അടിയിൽ കിടന്നു. അത്ര വലിയ സൈസുള്ള ഏട്ടയല്ല കേട്ടോ, ചെറിയ സൈസ് ഏട്ടയാണ്. അപ്പോൾ പിന്നെ മുള്ളുടക്കി കിടക്കുന്ന ഏട്ട മീനിനെ കണ്ടല്ലോ. 3 മുള്ളാണ് ഏട്ടയ്ക്ക് പൊതുവെ വരുന്നത്. നമ്മൾ മുള്ള് വളരെ സാവധാനം ഇളക്കി എടുക്കുന്നതായിരിക്കും. കണ്ടോ, മുള്ളിൽ വല കുടുങ്ങിയിട്ടുണ്ട്. ഇനി ഒരു വല ഇവിടെ ഉണ്ട്, ഒരു മുള്ളിൽ കൂടെ ഉണ്ട്. ആ, കണ്ട അതാണ് ഏട്ട. മറ്റുള്ള മീനിൻ്റെ ദേഹത്ത് കുത്തി നിർത്തും ഇനി മുള്ള്. അടുത്ത മീനുമായിട്ട് വരികയാണ്. ചെമ്പല്ലിയാണോ? അല്ല, ചെമ്പല്ലി അല്ല കേട്ടോ. ഇത് അതിനേക്കാളും വലിയ വല്ലിയാണ്. ചാള. ഗൈസ്, നമ്മൾ ചാള കണ്ടിട്ട് കുറച്ചധികം നാളായി. അപ്പോൾ ഇത് പനഞ്ചാള, ചാവറ്റ, വീണ്ടും പനഞ്ചാള, പിന്നെ ചെറിയ നുള്ളികളൊക്കെ ഉണ്ട് കേട്ടോ. തുള്ളിക്കളിക്കുന്ന മീനുകളാണ്. ഓ, എന്നാ ചാട്ടം! ലക്ഷങ്ങൾ വിലയുള്ള ചെതുമ്പലുള്ള മീനാണ്. പക്ഷേ ഇത് ഈ മീനിൻ്റെ അല്ല, ഇതിൻ്റെ വലിയ സൈസ്. ഓ, കണ്ടല്ലോ ഗായ്സ്, മീന് ഇതാണ്. അത്യാവശ്യം സൈസുള്ള പനഞ്ചാള. അത് നമ്മളെ ചാവറ്റയാണ്. നമ്മൾ പൊതുവെ അതിനെ പിടിച്ചാൽ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് അടിക്കാറാണ് പതിവ്. പക്ഷേ ഫ്രൈ ചെയ്യുമ്പോഴും ഒരു വിഷയമുണ്ട്. നല്ല സെറ്റായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഭയങ്കര മീനാണ്. മുള്ളുകൾ ഇഷ്ടം പോലെയുള്ള മീൻ ചാവറ്റ. അത്യാവശ്യം സൈസുള്ള ഒരു ചാവറ്റ ഇവിടെ കിട്ടി. ഇനി ഒരു ചാള ഇവിടെ ഉണ്ട് കേട്ടോ. ചാള കിട്ടിയ മീനാണ് ചാള. താങ്ങിട്ട് പോയി താങ്ങിട്ട് പോയി അല്ലേ ഇടിച്ചിട്ട് പോയാ.